മരിക്കാൻ പ്രത്യേകിച്ച് കഴിയൊന്നും വേണ്ട. ബോധം പോയ ആ ഘട്ടം തന്നെ വേണമെങ്കിൽ ചില ആൾക്കാർ മരണം വലിയൊരു സംഭവമായിട്ട് എടുക്കുമല്ലോ. അതിൻ്റെ ഒന്നും കാര്യമൊന്നുമില്ല. മരണം എന്ന് പറയുന്നത് വളരെ ഒഴിവാക്കാൻ പറ്റാത്ത നിസ്സാരമായ ഒരു കാര്യമാണെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാവുന്നതാണ്. മരണത്തെ നമ്മൾ പർവ്വതീകരിച്ചിട്ട് വലിയൊരു സംഭവമാണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. എന്തിനാണ് പേടിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എനിക്ക് പേടിയേ തോന്നിയില്ല. ഇത്രയുള്ളൊരു മരണം എന്നാണ് തോന്നിയത്. ഇതൊരു മരണം തന്നെയായിരുന്നു ശരിക്കും. മരണം കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. അത് ബോധമില്ലല്ലോ. പിന്നെ ബോധമില്ലാത്ത സമയത്ത് മരിച്ചുപോയില്ലേ. വിനുവാണ് എൻ്റെ ജീവൻ തിരിച്ചു കൊണ്ടുവന്നത്. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള എൻ്റെ ജീവിത ചെലവൊക്കെ വിനു വഹിക്കണം. എന്നെ ജീവിപ്പിച്ച പുള്ളിയല്ലേ. അപ്പോൾ പിന്നെ ഇനിയുള്ള കാര്യങ്ങൾക്കൊക്കെ പുള്ളി ഉത്തരവാദിയാണ്. സ്വാഭാവികം. പുള്ളി മാത്രമാണ് എൻ്റെ ജനനത്തിന് ഉത്തരവാദി. സാധാരണ മക്കളുണ്ടായി കഴിഞ്ഞാൽ അച്ഛനമ്മേൻ്റെ ഉത്തരവാദികൾ. കുട്ടികളെ ഒരു നിരപ്പിലെത്തിക്കുന്നവരെ അവരുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെയാണ് എൻ്റെ ജീവൻ രക്ഷിച്ച വിനുവാണ്. ഞാനത് ഇവിടെ വെച്ച് പറഞ്ഞു. വിനു അടിയന്തരമായിട്ട് നമ്മുടെ ഇനിയുള്ള ജീവിതത്തിനുള്ള എല്ലാ ചെലവും വിനു വഹിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മരണം നമ്മൾ ഒരിക്കലും വിട്ടുപോകാത്ത ഒരു സത്യം. എന്നെങ്കിലും ഞാനും നിങ്ങളും അടങ്ങുന്ന ആൾക്കാരെല്ലാവരും ഒരു ദിവസം ഈ ഭൂമിയിൽ നിന്നും ജീവനില്ലാതെയായി യാത്ര പറയും. അത് ഒരു പ്രപഞ്ച സത്യമാണ്. ഇവിടെ കിടന്ന് കാണിക്കുന്ന കുന്തളിപ്പൊന്നും ഒരു കുറവുമില്ല. ശ്രീനിവാസൻ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. പക്ഷെ ഒരിക്കലും എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സീരിയസ്ലി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശ്രീനിവാസൻ മരണപ്പെട്ടു. പക്ഷെ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാനും അത് സത്യമാണെന്ന് വിശ്വസിക്കാനും എന്നെ കൊണ്ട് പറ്റുന്നില്ല. അതുപോലെ തന്നെയാണ് കലാഭവൻ മണി, കൊച്ചിൻ ഹനീബ, ഇങ്ങനെയുള്ള കുറെ പേര് ഈ ലോകത്ത് നിന്നും വിട വാങ്ങി പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും അവർ സ്റ്റിൽ അവിടെ ഉണ്ട്. അവർ ചെയ്തു വെച്ച ഒരുപാട് വേഷങ്ങൾ, ഒരുപാട് ക്യാരക്ടർ അത് ഇന്നും നമ്മുടെ മനസ്സിലുണ്ട്. ഒരിക്കലും മായാത്ത ചിത്രങ്ങളായിട്ട്. ശ്രീനിവാസൻ എന്ന് പറയുന്ന വ്യക്തി നമ്മളെ ചിരിപ്പിച്ചതിനും കരയിപ്പിച്ചതിനും ചിന്തിപ്പിച്ചതിനും ഒക്കെ കൈയും കണക്കും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. മലയാള സിനിമയ്ക്ക് ഒരു തീരാ ദുഃഖം തന്നെയാണ് ശ്രീനിവാസൻ എന്ന് പറയുന്ന വ്യക്തി ഈ ലോകത്തോട് വിട പറഞ്ഞത്. മരണം എന്ന് പറയുന്നത് സത്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ തേടി വരും എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ശ്രീനിവാസൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തന്നെ ഈ വീഡിയോ തുടങ്ങണമെന്ന് എനിക്ക് തോന്നി. ഞാനൊരു കണ്ടന്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതെനിക്ക് പറഞ്ഞു പോകണമെന്ന് തോന്നി. എന്തോ നമ്മുടെയൊക്കെ ഉള്ളിൽ നമ്മുടെയൊക്കെ കുട്ടിക്കാലം ഒരുപാട് ചിരിപ്പിച്ചതും ചിന്തിപ്പിച്ചതുമായിട്ടുള്ള വ്യക്തികളാണ് ഇവരൊക്കെ. ഇതുപോലെ ഒരുപാട് പേരുണ്ട്. ഓരോരുത്തരായിട്ട് പഴയ ആൾക്കാർ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോഴും അവർ സ്റ്റിൽ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പഴയ സിനിമകൾ ഇട്ട് നോക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഒരുപാട് ആൾക്കാർ നമ്മൾ കാണുന്നുണ്ട്. കൊച്ചിൻ ഹനീബ ആയിക്കോട്ടെ, അതുപോലെ തന്നെ കലാഭവൻ മണി, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും ഈ ലോകത്തോട് വിട പറഞ്ഞു. പക്ഷേ സ്റ്റിൽ നമ്മൾ വിശ്വസിക്കുന്നു അവർ മരണപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ്. അത്രയ്ക്ക് അവരൊക്കെ നമ്മുടെ മനസ്സിൽ ഇടം നേടി എന്നുള്ളൊരു സത്യം കൂടി നമ്മൾ തിരിച്ചറിയുക. ഓക്കെ, നമുക്കിനി നേരെ ദിലീപിന്റെ വിഷയത്തിലോട്ട് പോവാം. ദിലീപിന്റെ വിഷയത്തിൽ കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സ്റ്റിൽ ഈ ദിലീപിന്റെ വിഷയം വളരെയധികം കത്തി ജ്വലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു വിഭാഗം ആൾക്കാർ ഇപ്പോഴും ദിലീപാണ് കുറ്റവാളി എന്ന് പറഞ്ഞുകൊണ്ട് ദിലീപിനെ അടിച്ചമർത്തിക്കൊണ്ട് നിൽക്കുകയാണ്. അതിന്റെ ഇടയിൽ ഞാൻ ഉറപ്പായിട്ട് ഇപ്പോഴും ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യം, മീഡിയക്കാരാണ് ഇവിടെ ദിലീപിനെ ഈ ഗതിയിലാക്കിയതെന്ന് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം ഒരു സമയത്ത് ഈ മീഡിയക്കാർ പറയുന്നതാണ് സത്യമെന്ന് വിശ്വസിച്ചിരുന്നു ജനങ്ങൾ. പക്ഷെ അവരും അവരുടെ TRPക്കും റീച്ചിനും വേണ്ടിയിട്ട് പല കോപ്രായങ്ങൾ കൂട്ടും. അല്ലെങ്കിൽ അവർ വിചാരിച്ചാലും നല്ലവനെ കെട്ടവനാക്കാൻ പറ്റുമെന്നുള്ളൊരു കാര്യം പലതവണയായിട്ട് അവർ തെളിയിച്ചിട്ടുണ്ട്. ഇവിടെ മീഡിയക്കാർ പറഞ്ഞ അറിവല്ലാണ്ട് ഈ ദിലീപിനെതിരെ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത്. മീഡിയക്കാർ പറഞ്ഞിങ്ങനെ ഓരോന്ന് ഇന്നതാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ച് കൂട്ടിയതല്ലാണ്ട് നിങ്ങൾക്കൊക്കെ എന്ത് സത്യമാണ് അറിയാമെന്നുള്ളത്? എന്താണ് നിങ്ങൾ ദിലീപ് കുറ്റക്കാരനെന്ന് പറയുന്നത്? അങ്ങനെ ദിലീപിനെ കുറ്റക്കാരനെന്ന് പറഞ്ഞ് അടിച്ചമർത്തുന്നവരടുത്ത് എനിക്ക് ചോദിക്കാനുള്ളതാണ്, നിങ്ങൾ എന്തുകൊണ്ട് ദിലീപിനെ ഇങ്ങനെ അങ്ങോട്ട് നടി ആക്രമിച്ചെന്ന് പറഞ്ഞ് അതിന്റെ പിന്നാലെ ഗൂഢാലോചന നടത്തിയ ദിലീപാണെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റിൽ നിങ്ങൾ ഇപ്പോഴും സംസാരിക്കുന്നത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്? ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തിയാൽ മതി. ദിലീപ് ചെയ്തോ ചെയ്യാത്തതോ അല്ല ഇവിടത്തെ ഇപ്പോഴത്തെ മെയിൻ വിഷയം. ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ കോടതി വെറുതെ വിട്ടു. ആ സ്ഥിതിക്ക് ഈ ഗൂഢാലോചന നടത്തിയ ഒരു വ്യക്തി അവിടെ ഉണ്ടാവുമല്ലോ, അത് ആരെന്ന് കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഞാൻ പല വീഡിയോസിലായിട്ട് പറയുന്നുണ്ട്, CBI കൊണ്ട് അന്വേഷണം നടത്തണം എന്നുള്ളൊരു ഭാഗമാണ് നമ്മൾ ഇനി ഉന്നയിക്കേണ്ടത്. അന്വേഷിച്ചിട്ട് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തട്ടെ. അത് ദിലീപ് ആണെങ്കിൽ ദിലീപിനെ ശിക്ഷിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നത്?
ദിലീപിനെ വെറുതെ വിട്ട കോടതിയെയും ചീത്ത വിളിച്ച് ബാക്കിയുള്ളവരെയും ചീത്ത വിളിച്ച് ദിലീപിനെയും ചീത്ത വിളിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ദിലീപിനെ തൂക്കി കൊന്നിരുന്ന പ്രശ്നം ചെയ്യുന്നതന്നെ. അതിജീവിതയുടെ അഡ്വക്കേറ്റ് വന്നിരുന്ന് പറഞ്ഞത് ദിലീപ് പീഡിപ്പിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാളും കുഴപ്പമില്ലായിരുന്നെന്ന്. അങ്ങനത്തെ വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റ് അടക്കം പറയുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളവർ. നിങ്ങളൊന്ന് ചിന്തിക്ക്, ഒന്ന് ഇരുന്ന് ചിന്തിക്ക്. ഈ കാണുന്നതിലും കേൾക്കുന്നതിലും ഒക്കെ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന്. അല്ലാണ്ട് വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ടും വല്ല മീഡിയക്കാരും വല്ലവന്മാരും വിളിച്ചു പറഞ്ഞത് കേട്ടും കൊണ്ട് ഓ ദിലീപേ ശരണോ എന്ന് വിളിച്ചുകൊണ്ടിരിക്കാണ്ട് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കും. നമ്മൾ ഓരോരുത്തരും അതിനു വേണ്ടിയിട്ട് വേണം സംസാരിക്കാൻ. അല്ലാണ്ട് വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ടല്ല വിളിച്ചു പറയണ്ട. പണ്ടേ വർഷങ്ങൾക്ക് മുന്നേ ഈ വിഷയം തുടങ്ങിയ സമയത്ത് കലാകാരനായിട്ടുള്ള മധു എന്ന് പറയുന്ന ആ വ്യക്തി പറഞ്ഞ കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. ദിലീപ് അങ്ങനെ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെ ആകരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. അപ്പൊ ഇതിന്റെ പുറകെ എന്തൊക്കെയുണ്ട്. അത് അദ്ദേഹം പറഞ്ഞ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദിലീപ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ല. ഞാനും വിശ്വസിക്കുന്നില്ല ദിലീപ് ഇങ്ങനെ ചെയ്യുമോ. അല്ലെങ്കിൽ തന്നെ കോടതി വെറുതെ വിട്ട്. പിന്നെ ആരാണ് ഇതിന്റെ പിന്നിൽ? എനിക്ക് അതാണ് അറിയേണ്ടത്. ആരാണ് ഇതിന്റെ പിന്നിൽ. കോടതി ദിലീപ് നിരപരാധി എന്ന് പറഞ്ഞ് വെളിയിൽ വിട്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ കളിച്ചത് ആരാണ്? അതാണ് പുറത്തു കൊണ്ടുവരേണ്ടത്. അതാണ് പുറത്തു കൊണ്ടുവരേണ്ട കാര്യം. അല്ലാണ്ട് ദിലീപിനെ വെറുതെ വിട്ടു, കോടതി ഇന്ന് 10 തെറി വിളിക്കാം, കോടതിയെയും ജഡ്ജിയെയും നിയമത്തിനെ ഒക്കെ തെറി വിളിച്ചുകൊണ്ടിരിക്കാം. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. കോടതി ആ വ്യക്തിയെ വെറുതെ വിട്ടെങ്കിൽ അതിന്റെ പിന്നിൽ റിയലായിട്ട് കളിച്ചതാര്? അതാണ് അടുത്ത് കണ്ടെത്തേണ്ടത്. അങ്ങനെ വേണം ചിന്തിക്കാൻ. അല്ലാതെ ഗൗരവവും ബുദ്ധിയും ബോധവും ഇല്ലാണ്ട് അവനെ കോടതി വിട്ട്, അവന്റെ കയ്യിൽ കുറെ പൈസ ഉണ്ട്, പൈസ ഉള്ളതുകൊണ്ട് അവൻ പണം വാരി എറിഞ്ഞ് കോടതിയും വിലയ്ക്ക് വാങ്ങി എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റും അടിച്ചാണ് ഇവിടെ ഇപ്പൊ കയറി ഇരിപ്പുള്ള പരിപാടി. എന്നാൽ അതിന്റെ സത്യാവസ്ഥ തെളിയിക്കണമെന്നോ CBI കൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്നോ സംസാരിക്കാൻ ആരുമില്ല. ഭാഗ്യലക്ഷ്മി ചേച്ചിയൊക്കെ ഈ പറയുന്ന നടിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഘോര നിൽക്കുന്നുണ്ട്. ഇന്നലെ ഒരു സ്റ്റേഷനിൽ ഒരു സ്ത്രീയെ, ഗർഭിണിയായ ഒരു സ്ത്രീയെ ഒരു പോലീസുകാരൻ നാറിയേറി ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിനെതിരെ സംസാരിക്കാൻ ഈ പറയുന്ന ഭാഗ്യലക്ഷ്മിയുടെ നാക്ക് പൊങ്ങത്തില്ല. എന്തുകൊണ്ട്? അതിൽ സംസാരിച്ചാൽ വലിയ റീച്ചൊന്നും കിട്ടത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കും. അപ്പോഴും നമുക്ക് പറയാം അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടെന്നും കൂടി നമുക്ക് പറയാൻ പറ്റും. അല്ലാണ്ട് ലൈംലൈറ്റിൽ നിൽക്കുന്ന ഒരു കേസിൽ വന്നിരുന്ന് കുറച്ച് ചർച്ച നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ക്ലിയർ കട്ട് സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്ന വ്യക്തിയെന്നോ അല്ലെങ്കിൽ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന വ്യക്തിയെന്നോ പറയുന്നതിൽ എനിക്ക് അർത്ഥം തോന്നുന്നില്ല. അതുകൊണ്ട് അത്രയും കൂടി എൻ്റെ ഇടയിൽ പറയണമെന്ന് തോന്നി. ഇനി PT തോമസ് സാർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അദ്ദേഹം പണ്ടേ പറഞ്ഞു വെച്ച കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ കൊട്ടേഷൻ എടുത്തു അല്ലെങ്കിൽ ഈ കൃത്യം നിർവഹിച്ച പൾസർ സുനി എന്ന് പറയുന്ന ആൾ ഈ നടിയോട് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ എന്നോട് പ്രത്യേക പിണക്കം തോന്നരുത്, ഇതൊരു കൊട്ടേഷനാണ്, എനിക്കിത് ചെയ്തേ പറ്റൂ, എന്നോട് സഹകരിക്കണം, ഒച്ചയും ബഹളം ഉണ്ടാക്കിയാൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവും. അവിടെ DD ഫ്ലാറ്റിലോ മറ്റോ കൊണ്ടുപോയി അവിടെ കുറേ വേറെ ആളുകളൊക്കെ ഉണ്ട്, എന്ത് സംഭവിക്കുമെന്ന് അറിയാമല്ലോ എന്ന രീതിയിലൊക്കെ പറഞ്ഞതായിട്ടാണ്. എന്നോട് നേരിട്ട് അവർ പറഞ്ഞിട്ടില്ല എന്നാണ് അവിടെ പറഞ്ഞു കേട്ടത്. ഓക്കെ, ഇതൊക്കെയാണ് അന്ന് അവിടെ പറഞ്ഞു കേട്ടത്. അതിജീവിത എന്നുള്ള കാര്യങ്ങളാണ് ഈ PT തോമസ് സാർ പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, ഇതിപ്പം നിങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇനി കൊണ്ടുപോയി മയക്കുമരുന്ന് മറ്റതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മറ്റേവർക്ക് ഇട്ടുകൊടുക്കും. ആ ഒരു സാധനം ഇവിടെ തോമസ് സാർ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചത്, അപ്പോൾ ഇവിടെ ഇപ്പം ഈ പൾസർ സുനിക്കൊക്കെ അതിജീവിതം നിന്ന് കൊടുത്തില്ലെങ്കിൽ ഏതോ കൊമ്പന്മാർക്ക് കൊണ്ടിട്ട് കൊടുക്കും. ഏതാണ് ആ കൊമ്പന്മാർ? ഏവന്മാരാണ് ഹോട്ടലുകളിൽ കാത്തിരിക്കുന്നത്? അതൊക്കെ അന്വേഷിക്കണ്ടേ? അപ്പൊ ഇതിന്റെയൊക്കെ പിന്നാലെ അന്വേഷണം പോണ്ടേ? അതല്ലേ അതിന്റെ ഒരു രീതി. ഇത് തക്കതായ രീതിയിൽ പോലീസ് അന്വേഷിച്ചിട്ടില്ല. അന്വേഷിക്കാത്തത് കിമ്പളങ്ങൾ വാങ്ങിയിട്ടാവാം മേ ബി. അതുകൊണ്ടല്ല അന്വേഷിക്കാത്തത്. എല്ലാം ദിലീപിനെ തന്നെ ആദ്യമേ ഫോക്കസ് ചെയ്ത് ദിലീപിൽ വെച്ച് കേസ് ക്ലോസ് ചെയ്ത് ഇതെല്ലാം ആദ്യമേ ചെയ്യുന്നത്. അപ്പൊ പോലീസുകാരുടെ വൻ വീഴ്ച അവിടെ ഉണ്ട്. അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പോലീസുകാർ എന്തുകൊണ്ട് ഈ ട്രാക്കിലും ഈ പറയുന്ന വഴികളിലോട്ട് ഒന്നും പോയിട്ടില്ല? ഇവിടെ അതിജീവിത അടക്കം പൊട്ടം തട്ടിച്ചുകൊണ്ട് ഏതോ കാവാലികന്മാരെ നിൽക്കുന്നുണ്ടെന്നുള്ള ഒരു കാര്യം കൂടി എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതിജീവിതടുത്തവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സുനി എന്ന് പറയുന്നവൻ, ഇപ്പം നിങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ അവന്മാർ കൊണ്ട് ഇട്ടു കൊടുക്കുന്നു. ഏതാണ് ഈ അവന്മാര്? ഹോട്ടൽ റൂമുകളിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന അവന്മാർ ഏതാണ്? അപ്പൊ ഇതിന്റെ ഒന്നും പിന്നാലെ അന്വേഷണം പോയിട്ടില്ലല്ലോ. അപ്പൊ ഇതൊക്കെ എല്ലാം ചുരുളഴിയാത്ത രഹസ്യമായിട്ടാണ് നിൽക്കുന്നത്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെല്ലാം ഉടായ്പകളുണ്ട്. ഉടായ്പകളായിട്ട് കാണിച്ചിട്ടുള്ള ഈ പൾസർ സുനിയെയും മറ്റേ മാർട്ടിനെയും എല്ലാവരും പിടിച്ച് ഇടിക്കണം. ഇടിച്ചു ചോദ്യം ചെയ്യേണ്ടവന്മാരെ ഇടിച്ച് തന്നെ ചോദ്യം ചെയ്യണം. അല്ലാണ്ട് ഇതൊന്നും തെളിയത്തൊന്നുമില്ല. ഇത് CBI കൊണ്ട് അന്വേഷിപ്പിക്കണം. ഇതിൽ നല്ല ദുരൂഹതയുണ്ട്. ദിലീപിനെ കൊടുക്കുക എന്നുള്ളൊരു ഇന്റൻഷൻ ഇതിന്റെ പിന്നാലെ പ്രവർത്തിച്ചതായിട്ട് നമുക്ക് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ദിലീപിനെതിരെ ഒരു പൊടി തെളിവ് പോലും ഇല്ലാത്തതുകൊണ്ടാണ് കോടതി വെറുതെ വിട്ടത്. ഈ ജഡ്ജ്മെന്റും കാര്യങ്ങളൊക്കെ ഒന്ന് വായിക്കണം.
ഈ വേറെ ദോഷികളെ പോലെ കയറിയിരുന്ന് ദിലീപിനെ താഴ്ത്തി കെട്ടാനും ദിലീപിനെ ചെളിവാരി അടിക്കാനും ദിലീപിനെ തെറി വിളിക്കാൻ കാണിക്കുന്ന ഈ ഒരു ശുഷ്കാന്തി ആ ജഡ്ജ്മെന്റ് എടുത്ത് വെച്ച് വായിക്കണം. അത് വായിച്ചു കഴിഞ്ഞാൽ ക്ലിയർ കട്ടായിട്ട് കാര്യങ്ങൾ പിടികിട്ടും. ഈ മീഡിയക്കാരന്മാർ ചവച്ചു തുപ്പിയതുപോലെ ദിലീപിനെ ഫോക്കസ് ചെയ്ത് ദിലീപിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവന്മാർ ക്രിയേറ്റ് ചെയ്ത നാടകമല്ല ജഡ്ജ്മെന്റ് എന്ന് അപ്പോൾ മനസ്സിലാവും. എന്തുകൊണ്ട് ഈ മെയിൻ സ്ട്രീം മീഡിയക്കാർ ഈ ജഡ്ജ്മെന്റിനെ കുറിച്ച് പറയുന്നില്ല, അതിനെക്കുറിച്ച് എടുത്തു വെച്ച് സംസാരിക്കുന്നില്ല? അതില് നടി ആക്രമിക്കപ്പെട്ട ആ ഒരു പോർഷൻ മാത്രം എടുത്തു വെച്ച് പറയുന്നുണ്ട്, നടിയുടെ സ്റ്റേറ്റ്മെന്റുകളും കാര്യങ്ങളും. അല്ലാണ്ട് ബാക്കി ഒന്നും വായിക്കുന്നില്ല, അതിനൊന്നിനെ കുറിച്ചും അവർ പറയുന്നില്ല. എന്തുകൊണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീഡിയക്കാരന്മാര് ദിലീപേ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയ ഈ സാധനം പൊളിഞ്ഞു വീഴും. കാരണം ആ ജഡ്ജ്മെന്റ് വായിച്ച് അതിനെ പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപ് നിരപരാധിയാണെന്ന് വ്യക്തമായിട്ട് തെളിയും. അതുകൊണ്ടാണ് ഇവന്മാർ ഒന്നും ചെയ്യാത്ത ആനങ്ങാതിരിക്കണം. കള്ളന്മാരെ, പഠിച്ച കള്ളന്മാര്. ഈ മീഡിയക്കാർ പറഞ്ഞ് ദിലീപ് എന്ന് പറഞ്ഞതല്ലാണ്ട് ഈ ജനങ്ങൾക്ക് എങ്ങനെ അറിയാം ദിലീപ് എന്ന്? എന്തെങ്കിലും തെളിവ് നിങ്ങൾ കണ്ടോ? തുടക്കം മുതലേ ദിലീപ് എന്ന പേര് ഇഞ്ചക്ട് ചെയ്തു ജനങ്ങളിലേക്ക്. അതായത് നടി ആക്രമിച്ചത്, ഗൂഢാലോചന നടത്തിയതെല്ലാം ദിലീപാണെന്നുള്ള സാധനം ഇഞ്ചക്ട് ചെയ്തു ജനങ്ങളിലേക്ക്. അതുകൊണ്ടാണ് ജനങ്ങൾ മാറി ചിന്തിക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. ആ രീതിയിൽ മീഡിയക്കാർ ഇഞ്ചക്ട് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. അത് മാറി ചിന്തിക്കണമെങ്കിൽ ഇതിന്റെ സത്യാവസ്ഥയും യഥാർത്ഥ വില്ലന്മാർ പുറത്തു വരണം. അതിന് വേണ്ടിയിട്ട് CBI കൊണ്ട് കേസ് അന്വേഷിപ്പിക്കുക തന്നെ വേണം. അതിജീവിതയ്ക്ക് നീതി കിട്ടണം. ദിലീപ് കുറ്റക്കാരനല്ലെങ്കിൽ അവനും കിട്ടണം നീതി. അതിനു വേണ്ടിയിട്ട് സംസാരിക്കുക, അല്ലാണ്ട് വാല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. തോമസ് സാറ് പറ. എനിക്ക് തോന്നി ഈ കാര്യങ്ങളുടെ പിന്നിൽ തീർച്ചയായിട്ടും എന്തൊക്കെയോ ചരടുവലികളുണ്ട്. അപ്പോൾ അന്ന് മുതൽ ഞാൻ എടുത്തു വന്നിട്ടുള്ളൊരു നിലപാട്, ഒരു പൊതുപ്രവർത്തന നിലയിൽ മാത്രമല്ല, ഒരു വ്യക്തി എന്ന നിലയിൽ പോലും ഞാൻ എടുത്തു വന്നിരുന്ന നിലപാട്, ഇത്രയും പ്രമാദമായ അല്ലെ കുപ്രസിദ്ധമായ ഒരു കേസിൽ നമ്മളൊരു ക്ഷണിക താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നയാൾ പ്രതിയാണ്, അല്ലെ ഇന്നയാൾക്ക് ബന്ധമുണ്ട്, ഇന്നയാളെ പറ്റി അന്വേഷിക്കണം എന്ന് പറയുന്നത് ഒട്ടും പക്വതയുള്ളൊരു പ്രസ്താവനയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. കറക്റ്റ് കാര്യമല്ലേ തോമസ് സാർ പറഞ്ഞാൽ? അതായത് മീഡിയക്കാർ അന്ന് ഇന്നാള് പ്രതി എന്നുള്ള രീതിയിൽ അങ്ങ് ഇട്ടുകൊടുത്ത്, സുനി കത്തെഴുതി, സുനി പറഞ്ഞ ആള് ദിലീപ് തന്നെ, ദിലീപിനാണ് കത്ത് കൊടുത്തത്, അത് ദിലീപ് തന്നെ ഇതിന്റെ പിന്നിൽ എന്ന് പറയുന്ന സാധനം മീഡിയക്കാരങ്ങ് അടിച്ചിട്ട് കൊടുത്തു. അന്ന് ഈ ഒരു അന്വേഷണത്തിൽ ഉണ്ടായിരുന്ന പോലീസുകാർ എല്ലാം നല്ല ഒന്നാം തരം ഉടായ്പകളാണ്. അതുകൊണ്ടാണ് ഇവന്മാര് നേരെ കേസ് അന്വേഷിക്കാതെ ദിലീപിലേക്ക് വെച്ച് ഈ സാധനം അടിച്ച് തീർത്തത്. അന്ന് കേസ് അന്വേഷിച്ച് അങ്ങേർക്കെതിരെ ദിലീപ് കേസ് കൊടുത്ത് പോയിട്ടുണ്ട്. കാരണം ദിലീപിന് ഉറപ്പുണ്ട് ദിലീപ് ഇതൊന്നും ചെയ്തിട്ടില്ലെന്ന്. അപ്പൊ ഇനി ദിലീപിനിട്ട് പണിതാമാരെല്ലാം തിരിച്ച് പണിയുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ദിലീപ് ഇപ്പൊ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. പക്ഷെ തന്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ വർഷങ്ങൾ തൊലഞ്ഞു പോയെന്നേ ഞാൻ പറയത്തുള്ളൂ. അങ്ങേർക്ക് മെയിനായിട്ട് തിളങ്ങി നിൽക്കാൻ പറ്റുന്ന ആ കാലഘട്ടങ്ങൾ മൊത്തം നശിപ്പിച്ച് നാറാണത്താക്കിച്ചു. അതാണ് ചെയ്തത്. ഈ വില്ലന്മാരായിട്ടുള്ള ഏവന്മാരെ വിചാരിച്ച കാര്യങ്ങളെല്ലാം വെട്ടിപ്പായിട്ട് നടന്നിട്ടുമുണ്ട്. അവന്മാരെ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നല്ല സ്പഷ്ടമായിട്ട് അവന്മാർ എക്സിക്യൂട്ട് ചെയ്തെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ദിലീപ് നിരപരാധിയാണെന്ന് കോടതി പറഞ്ഞിട്ട് പോലും ജനങ്ങൾക്ക് മാറ്റി ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തുമാത്രം വിഷമാണ് ജനങ്ങളിലേക്ക് ഇഞ്ചക്ട് ചെയ്തത്, സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഈ മീഡിയക്കാർ ഉൾപ്പെടെ ഇഞ്ചക്ട് ചെയ്തത് നിങ്ങളൊന്ന് ചിന്തിക്കും. ഞാൻ പറയുന്ന കള്ളമാണെങ്കിൽ ഒന്ന് ഇരുന്ന് ആലോചിക്കും. സാധാരണക്കാരായ ജനങ്ങളടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത്, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ദിലീപ് കുറ്റക്കാരനെന്ന് നിങ്ങൾ ഇപ്പോഴും ഇരുന്ന് വാദിക്കുന്നത്? ഈ ഒരു ഒറ്റ ചോദ്യത്തിന് ഉത്തരം എനിക്കിതാ, എങ്കിൽ ഞാൻ മാറിത്തരാം. അല്ലാണ്ട് എനിക്കിത് അറിയണം. എനിക്കറിയേണ്ടത് ഇതുമല്ല. അതിജീവിതയ്ക്ക് നീതി കിട്ടണം, അതുപോലെ യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ മാത്രമല്ല, കുറച്ച് ആൾക്കാർ എന്നെ പോലെ സംസാരിക്കുന്ന. ഞങ്ങൾ ഈ പറയുന്ന കേസ് ന്യായത്തിന്റെയും സത്യത്തിന്റെയും ഒപ്പം നിന്ന് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് തെറിവിളി മാത്രമാണ് ബാക്കി. എങ്കിലും കുഴപ്പമില്ല, വിളിച്ചോടാ വിളിക്കുന്നവന്മാരെ നാട്ടിലെ വെള്ളം മറ്റുമെന്ന് നിർത്തും. അന്വേഷണം അതിന്റെ ശരിയായ നടപടിക്രമങ്ങളിലൂടെ അത് പാലിച്ചുകൊണ്ടാണോ കടന്നു പോകുന്നത് എന്നാണ് എന്റെ പ്രധാന പറയാൻ കാരണം. ഇപ്പൊ ദിലീപ് എടുത്തിരിക്കുന്ന നിലപാട്, ദിലീപ് പറയുന്നത് നിങ്ങൾക്ക് ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായിരിക്കുന്ന പൾസർ സുനി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നു. എന്നെ തകർക്കാൻ വേണ്ടി സിനിമാ മേഖലയിൽ ബോധപൂർവ്വം നടത്തുന്ന ശ്രമങ്ങളാണ് ഇതിനെല്ലാം പിന്നിലെന്ന് ഞാൻ തുറന്നു പറയുമ്പോൾ അത് വിശ്വസിക്കാൻ ഇവിടെ ആളെ കിട്ടുന്നില്ല. പൾസർ സുനി എഴുതിയ കത്തും കത്തിന്റെ പരാമർശങ്ങളുമാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം. ഞാൻ ചോദിക്കുന്നത് ശ്രീ PT തോമസ് MLA, ഇതുപോലൊരു സന്ദർഭത്തിൽ ദിലീപിന് ഉണ്ടായിട്ടുള്ള താരപരിവേഷവും ഒരു നടനാണെന്നുള്ള കാര്യങ്ങളൊക്കെ അയാൾക്ക് കേസ് അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം കൊടുക്കുന്നതായി താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? അതല്ല ദിലീപിന്റെ ഭാഗത്ത് നിന്ന് വേണമെന്ന് നമുക്ക് കാര്യങ്ങൾ കാണാൻ. അതായത് ഈ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷമാണെന്ന് തോന്നുന്നു, ഇനിയിപ്പോൾ അത് വീണ്ടും ചുരുളിഞ്ഞ് വേണം, ഇങ്ങനെ കത്ത് പുറത്തു വരുന്നു. ആ കത്തുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞ് പ്രസ്തുത നടൻ ചില പരാതികൾ പറയുന്നു. ഈ കാര്യങ്ങളൊക്കെ വന്നല്ലോ, അത് വന്നിട്ട് കുറച്ച് ദിവസമായല്ലോ, രണ്ട് മാസത്തിനടുത്താകുന്നല്ലോ. എന്താണ് പോലീസ് അതിനെപ്പറ്റി അന്വേഷണം നടത്തി? ഇപ്പോൾ വരെ എന്ത് അന്വേഷണം നടത്തി? യഥാർത്ഥത്തിൽ ഏതോ ചാനലിന് പത്രത്തിന് ഈ അന്വേഷണം നടത്തിയ പോലീസിന്റെ ഭാഗത്തുനിന്ന് ചോർത്തി കൊടുത്ത അല്ലെങ്കിൽ ബോധപൂർവം കൊടുത്ത വാർത്തകൾ തന്നെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ വിവരം അറിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞു, അതിനെപ്പറ്റി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു, അത് ഇത്രയും പുരോഗമിച്ചു എന്നെന്താ അന്ന് വാർത്ത കൊടുക്കാഞ്ഞേ? അന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പം എങ്ങനെ വാർത്ത കൊടുക്കുന്നത്? അപ്പം ഇതിൻ്റെ അകത്ത് പോലീസിന് ചില താല്പര്യങ്ങളുണ്ട്. പോലീസിന്റെ നല്ല ഒന്നാം തരം വീഴ്ചയുണ്ട്. കറക്റ്റ് കാര്യം അദ്ദേഹം പറഞ്ഞത്. പോലീസുകാര് അന്വേഷിച്ചിട്ടില്ല. പോലീസുകാര് മറ്റവൻ പറഞ്ഞതുപോലെ ദിലീപാണ് എന്നുള്ള സാധനം മീഡിയയിലേക്ക് വരെ എത്തിച്ചു അവര്. അത് നല്ല നൈസ് ട്രാക്ക് കളിയാണ് പോലീസുകാർ കളിച്ചിട്ടുള്ളത്.
അതാണ് പറഞ്ഞത്. നല്ല ഒന്നാം തരം ഗൂഢാലോചന ആയിരുന്നു ദിലീപിനെ കൊടുക്കാൻ. നല്ല വെൽ പ്ലാൻഡ് ഗൂഢാലോചന. അത് പൊളിയണം. മാർട്ടിൻ ഈ പറയുന്ന ലാലിനെ കുറിച്ചിട്ട് കുറച്ച് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന്നും പറയുന്നുണ്ട്, ഇന്നും പറയുന്നുണ്ട്. പല വീഡിയോസിലായിട്ട് മാർട്ടിന്റെ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. മഞ്ജു വാര്യറിന് മറ്റേ മുംബൈയിൽ ഫ്ലാറ്റ് കൊടുത്ത കാര്യം അടക്കം പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നാലെ പോലീസുകാർ അന്വേഷണമായിട്ട് പോയിട്ടുണ്ടോ? ഇല്ല. അവർക്ക് ദിലീപിനെ കിട്ടി, ദിലീപിനെ അങ്ങ് വെട്ടി വീഴ്ത്തി. അതാണ് ചെയ്തത്. ആ സമയത്ത് വെട്ടി വീഴ്ത്തി. ഇപ്പോഴും ജനങ്ങൾ, അതായത് മീഡിയക്കാർ വിശ്വസിക്കുന്ന കുറെ ജനങ്ങളുണ്ട്. അവർക്ക് വേറെ ഒന്നും അറിയത്തില്ല. മീഡിയക്കാർ പറഞ്ഞു ദിലീപ്, ആ ഒരു ട്രാക്ക് പിടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ദിലീപിനെ ചെളിവാരി അടിക്കുന്ന ആൾക്കാർ. നിങ്ങൾ യഥാർത്ഥ അതിജീവിതയ്ക്കൊപ്പമാണ് നിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സംസാരിക്കേണ്ട ദിലീപിനെതിരെ അല്ല. ഈ കേസ് റീഓപ്പൺ ചെയ്തുകൊണ്ടും അന്വേഷിക്കണം CBI കൊണ്ട്. അതാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. അല്ലാണ്ട് ദിലീപിനെതിരെ വന്നിരുന്നിട്ട് ഡെയിലി തെറി വിളിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ അതിജീവിതയ്ക്കൊപ്പം ആകത്തില്ല. കുറെ പേർക്ക് ഒരു വിചാരമുണ്ട്, നമ്മളെ പോലുള്ളവര് ദിലീപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിജീവിതത്തെ താഴ്ത്തി കെട്ടുന്നു. ഒരിക്കലുമില്ല. അതിജീവിതയ്ക്ക് നീതി കിട്ടണം. ആ പെണ്ണ് അനുഭവിച്ചിട്ടുള്ളതിന് കൈയും കണക്കില്ല. അവക്ക് നീതി കിട്ടണമെങ്കിൽ ഈ കേസ് CBI കൊണ്ട് അന്വേഷിപ്പിക്കണം. യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. അല്ലാണ്ട് ഏവനെങ്കിൽ ഒരുത്തന്നെ മീഡിയക്കാർ ചൂണ്ടിക്കാണിച്ചവനെ കുറ്റവാളി എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ചെളിവാരി എറിഞ്ഞ് മണ്ണുവാരി അടിക്കുന്നതാണോ? നാളെ അവൻ ചത്തതിന് ശേഷം പറയും, അവൻ നിരപരാധിയായിരുന്നു, അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന്. എന്താർത്ഥം? എന്ത് കാര്യം? ഉമ്മൻചാണ്ടി സാറിന്റെ കേസ് പോലെ ഇരിക്കും. അതുപോലെ ആക്കണോ? അതുകൊണ്ട് നമ്മൾ സംസാരിക്കേണ്ടത് എന്ത് തേങ്ങയാ? CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന്. അതിനുള്ള വിവരം ബോധം വേണം. ഇനി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ എന്ന് പറയുന്ന വ്യക്തി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കേട്ടു നോക്കും. കേസ് ഒരു പ്രത്യേക തരത്തിലുള്ള കേസാണ്. ഇവിടെ കൊട്ടേഷൻ റേപ്പ് എന്നൊരു പദപ്രയോഗം തന്നെ അത് ഞാൻ തന്നെ ആദ്യ കാലത്ത് നടത്തിയതാണ്. അപ്പോൾ മോട്ടീവ് ആവശ്യമുണ്ട്. മോട്ടീവ് എന്നത് സാധാരണ കേസിൽ പോലും തെളിയിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സാഹചര്യ തെളിവുകൾ സംശയാതീതമായി അവതരിപ്പിക്കപ്പെടണം. അങ്ങനെ ഉണ്ടോ എന്ന ചോദ്യമാണ് ചോദിച്ചത്. ഈ കേസിൽ പോലീസിനെ അവിശ്വസിക്കേണ്ട കാര്യം എന്താണ്? താങ്കൾ എന്തുകൊണ്ടാണ് പോലീസിനെ സംശയിക്കുന്നത്? നമ്മളെപ്പോഴും കോടതി എന്താ പറയുന്നത്? കുറ്റം സംശയാതീതമായി തെളിയിക്കപ്പെടണം. സംശയത്തിന് വന്നാലോ സംശയത്തിൻ്റെ ആനുകൂല്യം പ്രതിക്ക് നൽകണം. ആരെ സംശയിക്കുന്നതാണ്? തെളിവ് ഹാജരാക്കുന്നത് പോലീസാണ്. അപ്പോൾ പോലീസ് ഹാജരാക്കുന്ന തെളിവുകൾ, പോലീസിൻ്റെ തയ്യാറാക്കുന്ന കുറ്റപത്രം, ഇതൊന്നും കോടതി പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല, പ്രാഥമിക ഘട്ടത്തിലെങ്കിലും. അതുകൊണ്ടാണ് പോലീസിനെ നമ്മൾ സംശയത്തോടെ കാണണം. നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, നമ്മുടെ നിയമവ്യവസ്ഥ എല്ലാം പറയുന്നത് അത് പോലീസിനെ വിശ്വസിക്കണം എന്നല്ല, വിശ്വസിക്കരുത് എന്നാണ്. ആ തത്വം ഇവിടെയും ബാധകമാണ്. കാരണം ദിലീപിനെ അന്ന് ആക്രമിക്കുന്നവർ, ദിലീപിനെ വിമർശിക്കുന്നവർ, ദിലീപിനെ ഒറ്റപ്പെടുത്തുന്നവർ, അവർ പോലീസിൻ്റെ വെർഷൻ മാത്രം കേട്ടുകൊണ്ട് ദിലീപിനെ കുറ്റക്കാരനായി കണ്ടു. അങ്ങനെ കാണുന്നത് ശരിയല്ല എന്ന നിലപാടാണ് അവിടെ വ്യക്തമാക്കി. ഇത് വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ്. കറക്റ്റ് അല്ലേ? ഇന്ന് ഈ കാര്യം തന്നെയാണ് നടന്നിട്ടുള്ളത്. ഇപ്പൊ കോടതിയിൽ ഈ പറഞ്ഞ പോലീസ് പറഞ്ഞതും കെട്ടിച്ചമച്ച കുറെ തെളിവുകൾ, ഫോട്ടോഷോപ്പ് അടക്കം കെട്ടിച്ചമച്ച കുറെ തെളിവുകൾ കൊണ്ട് ഹാജരാക്കി. ഇതൊന്നും കോടതിയിൽ പറ്റത്തില്ല. പക്ഷെ ഇത് സംഭവിച്ചെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഇരുന്ന് ചിന്തിക്കുക. കോടതിയിൽ ഈ കേസ് കേറിയ സമയത്ത് ദിലീപ് കുറ്റവാളിയാണെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് പുറത്ത് മീഡിയക്കാർ സംസാരിച്ചു വെച്ചത്. അതുകൊണ്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് ഡയറക്ട്ലി ദിലീപാണ് ഇതിന്റെ പിന്നിലെന്ന് പറഞ്ഞുകൊണ്ട് ഇഞ്ചക്റ്റായി. അവർക്കത് മാറി ചിന്തിക്കാൻ പറ്റുന്നില്ല. പകരം കോടതിയിൽ ഈ കേസ് നടന്ന് അവിടെ മിതമായ തെളിവുകളില്ലാതെ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള തെളിവുകൾ കാരണം ദിലീപ് നിരപരാധിയാണെന്ന് പറഞ്ഞ് കോടതി വെറുതെ വിട്ടു. എന്നിട്ടിപ്പോ എല്ലാവരും കൂടി കോടതിയെ തെറി വിളിക്കുന്നു. നിങ്ങൾ എന്ത് തെളിവ് കണ്ടിട്ടാണ്, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയും തെറി വിളിച്ച് ദിലീപിനെയും തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു തെളിവ് പറ. ഈ പറയുന്നത് പോലെ നടിയെ ആക്രമിച്ചതിന്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയത് ദിലീപാണെന്ന് നിങ്ങൾ തെളിവ് കാണിക്കുകയോ പറയുകയൊക്കെ ചെയ്യും. അല്ലാണ്ട് ചുമ്മാ വന്നിരുന്ന മീഡിയക്കാർ പറഞ്ഞത് കേട്ട് ഒരാളെ വെട്ടി ക്രൂശിച്ച് തള്ളി തീർത്ത്. അത് തന്നെ ഞാൻ മനസ്സിലാക്കിയത്. നിങ്ങൾ ബോധത്തോടെ ചിന്തിക്കുക. എനിക്ക് ജനങ്ങളുടെ അടുത്താണ് പറയാനുള്ളത്. നിരപരാധിയായ ഒരാളെ ചെളിവാരി അടിച്ചുകൊണ്ട് കുറ്റവാളിയാക്കാൻ എളുപ്പമാണ്, പക്ഷെ സത്യം കണ്ടുപിടിക്കുന്നതാണ് പാട്. ഇവിടെ മുഖംമൂടി അണിഞ്ഞ പല കള്ളന്മാരും ഇതിന്റെ ഇടയിൽ കയറി നിൽപ്പുണ്ട്. അവന്മാരെയാണ് എക്സ്പോസ് ചെയ്യേണ്ടത്. അവന്മാരെ വേണം എക്സ്പോസ് ചെയ്യേണ്ടത്. എന്തായാലും സെബാസ്റ്റ്യൻ സാർ പറയുന്ന കേട്ടോ. ആക്രമിക്കപ്പെട്ടത് ഒരു സ്ത്രീയാണ്. പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് സമൂഹത്തിൽ വളരെ സ്വാധീന ശക്തിയുള്ള സമ്പന്നനായ ഒരു നടനാണ്. അപ്പോൾ ആ സമയത്ത് ഇരയുടെ പക്ഷത്ത് നിൽക്കണം എന്നത് നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങളുടെ സാമാന്യ യുക്തി കൊണ്ട് തന്നെ താങ്കൾക്ക് തോന്നേണ്ടതല്ലേ? അത് ഇരയുടെ പക്ഷത്ത് അല്ല നിൽക്കുന്നത് എന്ന് പറയുന്നത് ക്രൂരമാണ്, അത് തെറ്റുമാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ദിലീപിന് വേണ്ടി വാദിക്കുന്ന അഭിഭാഷകൻ പോലും ആ ഇരയെ അല്ലെങ്കിൽ ആ യുവതിയെ കാണുന്നില്ല, ആ വേദന അറിയുന്നില്ല എന്നൊന്നും പറഞ്ഞത് ശരിയല്ല. അല്ലെങ്കിൽ ഇപ്പോൾ ജാമ്യം കൊടുത്ത ജഡ്ജി, എല്ലാവരുടെ മനസ്സിലും ഇതൊക്കെ ഉണ്ട്. അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ആ സംഭവവുമായി നേരിട്ട് ബന്ധപ്പെട്ടവർ ആ യുവതിയുടെ മൊഴിയെ അടിസ്ഥാനമാക്കി, പരാതിയെ അടിസ്ഥാനമാക്കി അറസ്റ്റ് നടന്നു കഴിഞ്ഞു. അതിനുശേഷമാണ് ദിലീപ് വരുന്നത്. ദിലീപിൻ്റെ പേര് ആക്രമിക്കപ്പെട്ട യുവതി പറഞ്ഞിട്ടില്ല. പക്ഷേ ഗൂഢാലോചന എന്ന വാക്ക് മഞ്ജു വാര്യർ ആദ്യം വാക്ക് ഉപയോഗിച്ചത് തന്നെ. ഗൂഢാലോചന എന്നൊരു പുതിയ ഒരു തിയറി വന്നു, അന്വേഷണം നടന്നു, അതിനൊടുവിൽ ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് മാത്രം ദിലീപ് കുറ്റക്കാരനാണ്, വെറുക്കപ്പെടേണ്ടവനാണ്. ദിലീപിനെ ഈ കൃത്യത്തിൽ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അയാൾ വെറുക്കപ്പെടേണ്ടവനാണ്, ശിക്ഷിക്കപ്പെടേണ്ടവനാണ്. എനിക്കതിലൊന്നും സംശയമൊന്നുമില്ല. പക്ഷേ
ഇപ്പോൾ നമ്മൾ കേട്ട പോലീസിൻ്റെ ഒരു ഭാഷ്യം, അവരുടെ വെർഷൻ, അത് മാത്രം കേട്ടുകൊണ്ട് ദിലീപിനെ പോലെ ഒരു വ്യക്തിയെ ഈ രീതിയിൽ ഒരു സമീപനം സ്വീകരിക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞു. കറക്റ്റ് അല്ലേ ഈ വ്യക്തി പറഞ്ഞ? കറക്റ്റ് അല്ലേ? ഇതല്ലേ ഞാനൊക്കെ കുറെ ദിവസമായിട്ടിരുന്ന് കൊണയടിക്കുന്നത്? ഇത് കറക്റ്റ് അല്ലേ ഈ വ്യക്തി പറഞ്ഞത്? കുറ്റക്കാരനല്ലെങ്കിൽ നീയൊക്കെ ചെളിവാരി അടിച്ചതിന് കൈ കണക്കുണ്ടാ? ചിന്തിക്കടേ, ബോധത്തോടെയും വിവരത്തോടെയും ചിന്തിക്ക്. ഇപ്പോഴും കുറെ എണ്ണം ഇരുന്ന് കണ എന്ന് വെട്ടുന്നു. ഇടയിൽ ഇവിടെ എല്ലാവരും അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ്. നമ്മുടെയൊക്കെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ ബോധമില്ലാതെ കുറേ എണ്ണം. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് കാണിച്ചു തരാം. ഇതിൽ കുറേ മീഡിയക്കാർ ദിലീപാണ് ഇതിന്റെ പിന്നിലെന്നുള്ള രീതിയിൽ ഉറപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ് സംസാരിക്കുന്നത്. പക്ഷെ ഇവർക്ക് എന്തെങ്കിലും തെളിവുണ്ടോ? ഒരു തേങ്ങയുമില്ല. കാരണം ഇവിടെ ഒരു ആണിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ വലിയ വിഷയമൊന്നും വഴത്തില്ല. ഒരു പെണ്ണിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അവളുടെ ഐഡന്റിറ്റി പുറത്താക്കി കഴിഞ്ഞാൽ ഇവിടെ വൻ വിഷയമാണ്. പക്ഷെ ഒരു ആണിനെ വലിച്ചു കയറി ഒട്ടിച്ചു കഴിഞ്ഞാൽ ചോദിക്കാൻ ഒരു പട്ടിക്കുഞ്ഞും വരൂല എന്നുള്ള നല്ല ഒന്നാം തരം ധൈര്യത്തിന്റെ പുറത്താണ് ഇവിടെ പലരും കിടന്ന് പല അപരാധവും വിളിച്ച് പറയുന്നത് ആണുങ്ങൾക്കെതിരെ. ഇവിടെ മീഡിയക്കാർ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ദിലീപിന് ഇത്രയും ചെളിവാരി അടിച്ചത്? അവന്മാർ ആ ഒരു വർത്തമാനം ഞാൻ കൊടുത്തത്. അടിയെ വിളിക്കാൻ പോയ മാർട്ടിനെ മുൻ പരിചയമില്ലെന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ മനോജ് കാരന്തൂർ. പൾസർ സുനിയെ നേരത്തെ പരിചയമില്ലെന്നും നടിക്കെതിരായ അക്രമത്തിൽ ഗൂഢാലോചനയുണ്ടെന്നും നടനും നിർമ്മാതാവുമായ ലാൽ. പൾസർ സുനിയെ നേരത്തെ പരിചയമില്ലെന്ന പ്രൊഡക്ഷൻ കൺട്രോളർ മനോജ് കാരന്തൂർ. പൾസർ സുനിയെ നേരത്തെ പരിചയമില്ലെന്ന് നിർമ്മാതാവ് ആൻഡോ ജോസഫ് പറഞ്ഞു. ഓക്കെ, ഇവിടെ നിർമ്മാതാവ് ആൻഡോ ജോസഫ് പറഞ്ഞതും ലാല് പറഞ്ഞതും പൾസർ സുനിയെ ഒരു പരിചയമില്ലെന്ന് പറഞ്ഞതെല്ലാം എല്ലാവരും വിശ്വസിച്ച്. പക്ഷെ പൾസർ സുനി എന്ന് പറയുന്ന ഒരു പരമചെറ്റ വന്നിട്ട് ദിലീപിന്റെ പേരിട്ടപ്പം അതും വിശ്വസിച്ച് ആ ഒരു മാറി പറഞ്ഞ കാര്യം നിങ്ങൾ എല്ലാവരും വിശ്വസിച്ച് ദിലീപിനെ ചെളിവാരി അടിച്ച് 8 വർഷം കഴിഞ്ഞു. 8 വർഷത്തോളം അങ്ങനെ ക്രൂശിച്ചു. വീണ്ടും എടുത്തിട്ട് അലക്കുകയാണ്. ഇതിന്റെ സത്യം പുറത്തു വരാൻ വേണ്ടിയിട്ട് ഒരു പട്ടിക്കുഞ്ഞിന് സംസാരിക്കാൻ വയ്യ. ഇവിടെ ലാല് പറഞ്ഞത് വിശ്വാസമാണ്, മറ്റവർ പറഞ്ഞത് വിശ്വാസമാണ്. എന്തിന്? നമ്മുടെ പൾസർ സുനി പറയുന്നതാണ് എല്ലാവർക്കും ഭയങ്കര വിഷയം. മാർട്ടിൻ ലാലിന്റെ പേര് പറഞ്ഞപ്പോൾ ആർക്കും വിശ്വാസമില്ല. അയ്യോ, ലാൽ അങ്ങനെയൊന്നുമില്ല, ഈ ഒരു സാധനമാണ്. എന്നാൽ അതിന്റെ പിന്നാലെ അന്വേഷണം പോയാ, വണ്ടിയുടെ RC ഓണറിന്റെ കീരെടുത്ത് എടുക്കാൻ പോയാ, ഒന്നിനും പോയിട്ടില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പച്ചയ്ക്ക് വല്ലതൊക്കെ വിളിച്ച് പറയും. ലാലിനെ ചോദ്യം ചെയ്തിട്ടില്ല, ലാലിന്റെ മകനെ ചോദ്യം ചെയ്തിട്ടില്ല. ഇവരൊക്കെ ഈ ഒരു വിഷയത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാരല്ലേ? അവരൊക്കെ നല്ല ആൾക്കാർ, അടിപൊളി ആൾക്കാർ. അതിൽ ലാലാണെ നേരത്തെ ജാമ്യം എടുക്കുകയാണ്. പൾസർ സുനി എങ്ങാണ്ട് എന്റെ പേരിന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും പെട്ട് എന്റെ കരിയർ തൊലയും എന്ന് അവൻ ഒരു സാധനം എടുത്ത് ഇട്ടിട്ടുണ്ടെന്ന് ലാല്. അതുപോലെ ഒരു സാധനം ദിലീപ് എടുത്ത് നേരത്തെ ഇട്ടില്ല. കാരണം ദിലീപ് സ്വപ്നത്തിൽ പോലും വിചാരിക്കില്ല അവന്റെ നെഞ്ചത്താട്ടാണ് ഈ സാധനം എല്ലാം കൂടി കയറി വരുന്നതെന്ന്. ഗുണപരിശോധന നടത്താനും CBI കൊണ്ട് അന്വേഷിക്കാനും എല്ലാം ദിലീപ് ഓരോ ദിവസം ഇരുന്ന് വിളിച്ചു പറഞ്ഞു. അതൊന്നും വിശ്വസിക്കാൻ ഒരു പട്ടിക്ക് ഇവിടെ വയ്യ. ഇനി വേറൊരു വീഡിയോ ക്ലിപ്പ് കൊടുക്കാം. നമ്മുടെ ലാൽ സാറിന്റെ ആണ് കേട്ടോ. സുനി എന്ന് പറയുന്ന ഈ ഡ്രൈവർ നമ്മുടെ പടത്തിന്റെ ഷൂട്ടിങ്ങിന് പല ദിവസങ്ങളിൽ ഓടിയിട്ടുണ്ടായിരുന്നു, വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ അവസാനം ഷൂട്ടിംഗ് കൊടുത്തെല്ലാം കഴിഞ്ഞതിന് ശേഷം ഗോവയിൽ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഒരു പടം കണ്ടാൽ അറിയേണ്ട തുടക്കം ആ ബീച്ചിലിരിക്കുന്ന 1-2 കട്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടുന്ന് ഒരു ഫുൾ യൂണിറ്റ് ഒന്നും പോയില്ല. എനിക്കൂടെ 10-12 പേരോ എന്തോ എല്ലാവരും കൂടി, ടെക്നീഷ്യൻസ് അടക്കം ആർട്ടിസ്റ്റ് അടക്കം എല്ലാവരും കൂടി പോയത്. അപ്പോൾ അത് പോയപ്പോൾ മിക്കവാറും എല്ലാവരും ഫ്ലൈറ്റിനായിട്ടും പിന്നെ കുറേ പേര് ട്രെയിനിലും ഒക്കെ ആയിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് എന്തോ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ, ക്യാമറ മെറ്റീരിയൽസ് എന്തോ കൊണ്ടുപോകാനുണ്ടായിരുന്നു. അത് മാത്രം കൊണ്ടുപോകാൻ ഒരു കാറ് മാത്രം ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. ആ കാർ ഓടിച്ചിരുന്നത് സുനിയായിരുന്നു. ഇതൊക്കെ ഞാൻ പിന്നീട് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു അഡ്ജസ്റ്റ്മെന്റ് ഷൂട്ടിംഗ് ആയതുകൊണ്ടിട്ട് അവരൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഈവൻ ഡ്രൈവർ ആയതുകൊണ്ട് അവൻ്റെ ആയിട്ടുള്ള ഒരുപാട് സഹായങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവർ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ള അന്നൊരു ദിവസം എന്നുള്ളത് കൊണ്ടിട്ട് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും കണ്ടാലറിയാം, തിരിച്ചറിയാം, സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള പരിചയം ഉണ്ടായിരുന്നു. ഓക്കെ, ലാലിവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുനിയുമായിട്ട് അങ്ങനെ പരിചയമൊന്നുമില്ല. സുനി ഒരു ദിവസം വണ്ടി ഓടിക്കാൻ വന്നു എന്നുള്ള രീതിയിലാണ് ലാൽ ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതും സ്ഥാപിക്കുന്നതും. സുനിയായിട്ട് എനിക്ക് പരിചയമൊന്നുമില്ല. അങ്ങനെയാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ദിലീപും ഈ സുനിയും തമ്മിൽ എന്ത് പരിചയമാ? എവിടത്തെ പരിചയമാ ഉള്ളത്? എന്തെങ്കിലും ഒരു തെളിവുണ്ടോ? ഫാബ്രിക്കേറ്റഡ് ആയിട്ട് കോടതിയിൽ കുറെ തെളിവുകൾ കൊണ്ട് ഹാജരാക്കി. ഇവിടെ ലാലിന് ഒരു ദിവസത്തെ പരിചയമെങ്കിലും ഉണ്ടെന്ന് ലാല് പറയുന്നുണ്ട്. ഒരു ദിവസം വണ്ടി ഓട്ടിക്കാൻ വന്നെന്ന്. ഒരു ദിവസം വണ്ടി ഓട്ടിക്കാൻ വന്ന ഒരാളെ ലാൽ എങ്ങനെ ഇത്ര കൃത്യമായിട്ട് ഓർത്തു വെച്ചിരിക്കുന്നു? എനിക്കത് പിടികിട്ടുന്നില്ല. പിന്നെ ഈ നടി ആക്രമിക്കപ്പെട്ടല്ലോ. ഈ നടി ചെറിയ ആപ്പൊപ്പം നടിയൊന്നും അല്ലല്ലോ. നല്ല അത്യാവശ്യം ഫെയിമും നല്ല റീച്ചിൽ നിൽക്കുന്ന ഒരു സമയത്തുള്ള നടി തന്നെയാണ്. ഇങ്ങനത്തെ ഒരു നടിയെ അവിടെ ഇവിടെ കൊണ്ടുപോകാനും കൊണ്ടാക്കാനായിട്ടും അതും ഈ ഒരു വിശ്വാസമില്ലാത്ത മാർട്ടിനെ പോലത്തെ ഒരുത്തനാണോ പറഞ്ഞു വിടുന്നത്? അങ്ങനെ കുറെ ചോദ്യങ്ങളിൻ്റെ ഇടയിൽ മുങ്ങിക്കിടപ്പുണ്ട് മക്കളെ. ഇവിടെ ഒരു ദിവസം പരിചയമുള്ള ഒരു വ്യക്തിയെ ഓർത്തിരിക്കുന്നു ലാല്. എനിക്ക് ഒരു ദിവസത്തെ പരിചയമുള്ളൂ ഗോവയിലെ ഷൂട്ടിങ്ങിൽ. അത് കറക്റ്റായിട്ട് ഓർത്ത് വെച്ചിരിക്കുകയാണ്. ഒരു ദിവസം കണ്ട ഒരാളെ ഓർക്കുമോ? അങ്ങനെ ഒരു ചോദ്യം അവിടെ ബാക്കി വരുന്നുണ്ട്. അപ്പോൾ അത് കള്ളമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മുടെ ഭാഗ്യലക്ഷ്മി ചേച്ചി വന്നിരുന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, കേട്ടു നോക്ക്. കഴിഞ്ഞാണ് പിന്നെ സുനി കയറിയത്. സുനി കയറിയ ഉടനെ അയ്യോ എനിക്ക് അറിയാലോ ഈ ചേട്ടനെ നന്നായിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് നിനക്ക് ഇയാളെ പരിചയം എന്ന് വെച്ചപ്പോൾ ഗോവയിലെ ഏത് പടത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് 1 മാസം ഇയാളായിരുന്നു ആ പ്രൊഡക്ഷന്റെ ഡ്രൈവർ.
ഗോവയിൽ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ഗോവയിൽ ഒരു പാച്ച് വർക്ക് പോലെ ഒരു ദിവസം. ഓക്കെ, പാച്ച് വർക്ക് അവിടെ നിൽക്കട്ടെ. ലാൽ ചേട്ടൻ പറയുന്നു പാച്ച് വർക്കിന് ഒരു ദിവസത്തെ ഷൂട്ടിങ്ങിനാണ് അവിടെ വന്നതെന്ന്. എന്നാൽ ഭാഗ്യലക്ഷ്മി പറയുന്നു ഒരു മാസത്തെ ഷൂട്ടിംഗ് ആണ്. ഇതിലേറെ നമ്പണം? അതാണ് പറഞ്ഞത്. അന്വേഷിക്കേണ്ട പോലീസുകാരാണ്. ആ അന്വേഷിക്കേണ്ട പോലീസുകാർ കുനിഞ്ഞുകുത്തിയിരുന്നു. അതാണ് സംഭവിച്ചിട്ടുള്ളത്. ആരുടെയൊക്കെ അജണ്ടയും ആരുടെയൊക്കെ ഗൂഢാലോചനയുടെ പിന്നാലെ ദിലീപിനെ എടുത്തങ്ങ് ഇട്ട്. നാളെ ദിലീപാണ് കുറ്റവാളി എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയ ദിലീപാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പറയുന്നത് പോലെ ഞാനും ദിലീപിനെ തെറി വിളിക്കാം. അല്ലാത്ത പക്ഷം ഇതിന്റെ സത്യം പുറത്തു കൊണ്ടുവരാണ്ട് ദിലീപിനെ തെറി വിളിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തോന്നും. കാരണം മീഡിയക്കാര് നേരത്തെ കുത്തി വെച്ചിട്ടുണ്ട് ദിലീപ്. ആ സാധനം വിട്ടുമാറാൻ പറ്റുന്നില്ല. ആർക്കും മാറി ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇതിന്റെ സത്യാവസ്ഥയെന്ന് ആർക്കും അറിയണ്ട. ദിലീപിനെ തൂക്കിക്കുന്ന പ്രശ്നം തീരും. അവരുടെ മൈൻഡിലാണ് ആൾക്കാർ. ഇനി വേറൊരു വീഡിയോ ക്ലിപ്പ് ഞാനൊന്ന് കൊടുക്കാം, കേട്ടു നോക്ക്. ഗോവയിലോ മറ്റോ ഒരു സിനിമാ ഷൂട്ടിങ്ങിന് പോയിട്ട് എയർപോർട്ടിലേക്ക് എന്നെ കാറിൽ കൊണ്ടുപോയ ആളല്ലേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഇയാളിത് ഈ ടൗല് മാറ്റി എന്നാണ് അവർ പോലീസിനോട്. ഇവിടെ ഗോവ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് നിൽക്കുകയാണ്. കാരണം ഗോവ നല്ല പോലെ ഇതിന്റെ ഇടയിൽ പെട്ടിട്ടുണ്ട്. ഗോവയിലെ ഷൂട്ടിംഗ് നമ്മുടെ തോമസ് സാർ പറയുന്നുണ്ട്, ഭാഗ്യലക്ഷ്മി ചേച്ചി പറയുന്നുണ്ട്, ലാലെണ്ണം പറയുന്നുണ്ട്, എല്ലാവരും ഗോവ ഷൂട്ടിങ്ങിൽ കയറി പിടിക്കുന്നുണ്ട്. അപ്പൊ ഗോവ ഇതിന്റെ ഇടയിൽ നല്ല ഒരു ഘടകമായിട്ടുണ്ട് മക്കളെ. ഗൂഢാലോചനകൾ നടത്തേണ്ടവർ നടത്തിയതിന് ഗോവയിലാണ്. സുനി ഗോവയിൽ ഒരു മാസം ഉണ്ടായിരുന്നെന്നാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി പറയുന്നത്. മിസ്റ്റേക്ക് ആയിരിക്കും അല്ലേ? കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു മാസം ഒരു ദിവസവും ഭയങ്കര മിസ്റ്റേക്ക് ആയിപ്പോയി. നല്ല മിസ്റ്റേക്കാണ്. 29 ദിവസത്തെ മിസ്റ്റേക്ക് ഉണ്ട്. ഇനി നവ്യ നായർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങളത് കേൾക്കണം. പക്ഷെ അവിടെ വേറെ ഒരു വിഷയമുണ്ട്. ആദ്യം നവ്യ നായർ പറയുന്നത് കേട്ടോക്കാം. വിശ്വസിച്ചിട്ടില്ല സത്യസന്ധമായിട്ട് പറഞ്ഞു. കാരണം കഴിഞ്ഞ ജനറൽ ബോഡിയിൽ വന്നപ്പോൾ പോലും മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞതാണ്, ദിലീപേട്ടൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ നല്ലൊരു സഹപ്രവർത്തകനാണ്. വളരെ സ്നേഹത്തോടെയും വളരെ കരുതലോടെയും ബഹുമാനമായിരുന്നു. സത്യം പറഞ്ഞാൽ ദിലീപേട്ടനോട് ഒരു ഫ്രണ്ട്ഷിപ്പ്, എൻ്റെ ഫ്രണ്ടാണെന്നൊക്കെ ഉള്ളതിലുപരി എനിക്ക് വളരെ ബഹുമാനമുള്ളൊരു കോ ആക്ടറായിരുന്നു ദിലീപേട്ടൻ. ഒരു പക്ഷേ എൻ്റെ ആദ്യത്തെ സിനിമയിലെ നായകനായതുകൊണ്ടാവാം ഒരു സ്നേഹബന്ധം അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ ഉള്ളതിലുപരി ഒരു ബഹുമാനം തന്നെയായിരുന്നു ദിലീപേട്ടനോട്. പക്ഷേ ഇത്രയും ക്ലിയറായിട്ട് എവിഡൻസുകൾ ടി വിയിൽ നിങ്ങളൊക്കെ കാണിച്ചു തരുമ്പോഴാണ് ഞാനും കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. മറ്റേത് ഊഹാപോഹങ്ങളാണ്. അത് വെച്ചിട്ട് പിന്നെ പബ്ലിക്കായിട്ടൊരു കമൻറ്റ് ഒരു സഹപ്രവർത്തകനെതിരെ പറയുക എന്ന് പറയുമ്പോൾ ഒരിക്കലും അദ്ദേഹത്തിനെതിരെ ഞാൻ സംസാരിക്കാതിരുന്നതിൻ്റെ അർത്ഥം അവളോട് സപ്പോർട്ടില്ല. ടി വിയിൽ നിങ്ങൾ കൂടുതൽ തെളിവുകൾ കാണിക്കുമ്പോഴാണ് വിശ്വസിക്കുന്നതെന്നൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. നവ്യ പറഞ്ഞതാണ്, ടി വിയിൽ എന്നാ തെളിവാണ് കാണിച്ചാൽ? ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കുറെ തെളിവുകൾ അത് കോടതിയിൽ പോയപ്പോൾ പൊളിഞ്ഞു. ഫാബ്രിക്കേറ്റഡ് ആയിട്ട് കെട്ടിച്ചമച്ച് ഉണ്ടാക്കിയെടുത്ത കുറെ തെളിവുകളാണ് ടി വിയിൽ ന്യൂസ് ചാനലുകൾ കാണിച്ചത്. ഈ സാധനം കോടതിയിൽ കയറിയപ്പോൾ പൊളിഞ്ഞു. അത് കെട്ടിച്ചമച്ചതാണെന്നും അതിന്റെ പിന്നിൽ വേറെ ഗൂഢാലോചന നടന്നെന്നുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് അവിടെ തെളിഞ്ഞു. ആ സ്ഥിതിക്ക് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നവ്യ പറഞ്ഞതുപോലെ മീഡിയക്കാർ കാണിക്കുന്ന കുറെ തെളിവുകൾ, ടി വിയിൽ കണ്ട തെളിവുകൾ, അതാണ് ദിലീപിനെതിരെ ആയത്. പക്ഷെ അതെല്ലാം കോടതിയിൽ പോയപ്പോൾ എല്ലാം കെട്ടിച്ചമച്ച തെളിവുകളാണെന്ന് എക്സ്പോസ് ആയി. പക്ഷെ കോടതി അത് കണ്ട് ദിലീപിനെ വെറുതെ വിട്ടു. അത് പക്ഷെ ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഉണ്ടാക്കിയ തെളിവുകൾ, മീഡിയയിൽ കാണിച്ച തെളിവുകളും ജനങ്ങളുടെ മനസ്സിൽ അങ്ങോട്ട് ഓൾറെഡി ഇഞ്ചക്റ്റ് ആയി. അവർക്ക് മാറ്റി ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇനിയെങ്കിലും മാറ്റി ചിന്തിയുടെ കിഴങ്ങന്മാരെ കിഴങ്ങികളെ. അല്ലാണ്ട് വീണ്ടും വന്നിട്ട് ദിലീപിനെ തൂക്കിക്കില്ലണം, അവന് ചെളികാരി അടിക്കണം, അവന്റെ പടം പറ്റൂല, ബോയ്ക്കോട്ട് ചെയ്യണം, തേങ്ങാക്കോട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരർത്ഥമില്ല. ഇതിന്റെ സത്യം പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിക്കും. അല്ലെങ്കിൽ ഈ കേസ് ഇടപെടാതിരിക്കുന്നതായിരിക്കും നിന്റെയൊക്കെ നല്ലതെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇനി ഒരു മീഡിയക്കാരന്റെ ഒരു ചോദ്യമുണ്ട്, ഒരു കുണച്ച ചോദ്യം. നിങ്ങൾ ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ഏതാണ്ട് കാര്യം പിടികിട്ടും. കേൾപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. സ്ത്രീയെ സെക്ഷലി അസാൾട്ട് ചെയ്യാന്ന് പറയുന്ന തരത്തിലേക്ക് ഇത്രയും കൂടെ വർക്ക് ചെയ്ത ഒരാൾ മാറുമ്പോൾ അത്ര ഒരു ക്രിമിനൽ മൈൻഡ് തന്നെയല്ലേ? അതായത് ഒരു സ്ത്രീയെ അസാൾട്ട് ചെയ്യണ തന്നെ മറ്റേ കൂടെ വർക്ക് ചെയ്യുന്ന ആളിങ്ങനെ മാറുമ്പം മറ്റേതാണ് മറിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ പറയുകയാണ്. ഇവൻ എന്തുറപ്പുണ്ട് ദിലീപ് ഒരു സ്ത്രീയെ അസാൾട്ട് ചെയ്തു എന്ന്? ഇവൻ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്? അതായത് മീഡിയക്കാർ ഓൾറെഡി തീരുമാനിച്ചു ഇത് ദിലീപാണ് എന്ന് മീഡിയക്കാർ ഓൾറെഡി തീരുമാനിച്ചു. അവർക്ക് വലിച്ചു കീറാനായിട്ട് ഒരുത്തനെ കിട്ടി. അതിന്റെ സുഖം അവർ എൻജോയ് ചെയ്തു മാക്സിമം. അതാണ് ചെയ്തത്. അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കണം. ഇനി വേറൊരു വ്യക്തി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് നമ്മുടെ ലാൽ സാറിനെ കുറിച്ചിട്ടാണ്. അവരെ സുരക്ഷിതമായി എത്തിക്കേണ്ടത് എന്റെ ബാധ്യതയില്ലേ? അപ്പോൾ ഈ ലാൽ എന്ന് പറയുന്ന സംവിധാനം ചെയ്തത് എന്താണ്? നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. എന്ന് പറയാൻ ലാല് ഒരാളിനെ ഒരു നടിയെ, പ്രമുഖ നടിയെ ഇതേപോലെ ഡബ് ചെയ്യാൻ വരുമ്പോൾ ലാലിന് അത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരാളിന്റെ കയ്യിലാണ് കാർ കൊടുത്തു വിടേണ്ടത്. അതെ, അത്രയും ഉത്തരവാദിപ്പെട്ട ഒരാളുടെ അടുത്താണ് ഈ കാറും കൊടുത്തു വിട്ടത് മാർട്ടിൻ. അപ്പൊ ലാലും മാർട്ടിനും അല്ലേ കമ്പനി? പിന്നെ ഇതെങ്ങനെയുടെ ദിലീപിന്റെ തലയിലായത്? അപ്പൊ ചോദ്യം ചെയ്യേണ്ട ലാലിനെ അല്ലേ?
ലാലിലെ കാറ് കൊടുത്തു വിട്ടത്. നടിയെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് മാർട്ടിന്റെ കയ്യിൽ കാറ് കൊടുത്തു വിട്ടത് ആരാ? ലാല്. പിന്നെ എങ്ങനെയാണ് ഇതിന്റെ ഇടയിൽ ദിലീപ് വന്ന് വീഴുന്നത്? ലാൽ ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരു ആളിന്റെ അടുത്തല്ലേ നടിയെ കൊടുത്തു വിട്ടിട്ടുള്ളൂ, അത്രയും വിശ്വസ്തനായ ഒരുത്തന്റെ കയ്യിൽ. പിന്നെ ഇതെങ്ങനെ ദിലീപിന്റെ തലയിൽ ഈ വിഷയം വീഴുന്നു? പൾസർ സുനി പറഞ്ഞത് കൊണ്ട്. അതാണ് പറഞ്ഞത്, അല്ല ഒന്നാം തരം കളി ഇതിന്റെ ഇടയിൽ കളിച്ചിട്ടുണ്ട്. ആ കളികളാണ് പുറത്തു വരേണ്ടത്. ഇന്ന് ശ്രീനിവാസൻ സാർ മരിച്ച ദിവസത്തിൽ ഈ ലാലും ദിലീപും കൂടി ഷേക്കറ്റ് കൊടുക്കുന്നുണ്ട്. എനിക്കൊരാള് അയച്ചു തന്നിട്ട് ഇങ്ങനെ ഈ ഒരു സീൻ അയച്ചു തന്നു. അപ്പൊ ഞാനിരുന്ന് ആലോചിക്കുകയാണ്, സൂപ്പർ. എന്തോ എനിക്കിതിന്റെ പിന്നിൽ നല്ല ദുരൂഹത മണക്കുന്നുണ്ട്. സത്യം ജയിക്കണം. ഇതിന്റെ പിന്നിൽ കളിച്ചിട്ടുള്ള ഏത് പരന്നറിയാലും അവനാണ് എക്സ്പോസ് ആവേണ്ടത്, അത് ആരൊക്കെയായാലും. അത്രയാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. അത് നടക്കുമോ ഇല്ലെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്തായാലും സത്യം ജയിക്കട്ടെ, സത്യത്തിനൊപ്പം നിൽക്കണം. ഈ കേസ് CBI കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന ആഗ്രഹമുള്ളവർ ഉറപ്പായിട്ട് താഴെ കമന്റ്. പുതിയൊരു വീഡിയോ ഇടണം. ബൈ.